ഹായ് ഗെയ്സ്, എവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് നെടുമ്പാശ്ശേരി എയർപോർട്ടിൻ്റെ ബാക്ക് ഭാഗത്തായിട്ടാണ് ഇപ്പോൾ ഉള്ളത് കേട്ടോ. ഇവിടെ നല്ലൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്, കല്ലുംകുട്ടം വ്യൂ പോയിൻ്റ്. അവിടെയാണ് ഇപ്പോൾ ഉള്ളത് കേട്ടോ. നമുക്ക് ₹1 മുതൽ മുടക്കില്ലാതെ പ്ലെയിൻ ഇറങ്ങുന്നതും പൊന്തുന്നതും സുഖമായിട്ട് നിന്ന് കാണാം. രാവിലെ തൊട്ട് വൈകിട്ട് വരെ നിന്നാലും ഇവിടെ പ്രശ്നമില്ല കേട്ടോ. ഞാൻ വന്നത് രാവിലെ വന്നപ്പോൾ ചെറിയൊരു മഴയുടെ ഒരു കോളൊക്കെ കാണുന്നുണ്ട്. ഇന്നലെ രാത്രിയോട് മഴ പെയ്ത കാരണേ ഒരു മൂടിക്കെട്ടും കാർമേഘങ്ങളൊക്കെ ഇടുന്നുണ്ട്. ഇതിൻ്റെ എല്ലാ ഡീറ്റെയിലും ഞാൻ ഈ വീഡിയോയിൽ കൂടെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശരി, നമുക്ക് പോകാം വീഡിയോയിലോട്ട്. ഇതാണ് കേട്ടോ കല്ലുംകുട്ടം വ്യൂ പോയിന്റിലേക്കുള്ള ഇത്. ഇവിടെ ഇറങ്ങേണ്ടത് നമ്മൾ ഇതേപോലെ നിങ്ങൾ വരുമ്പോൾ എപ്പോഴും ആലുവയിൽ ഇറങ്ങുക. ഏറ്റവും എളുപ്പം അതാട്ടോ. ആലുവയിൽ ഇറങ്ങിയിട്ട് ആലുവയിൽ നിന്ന് കാലടിക്ക് പോണ ബസ് കയറുക. പ്രത്യേകിച്ച് ചോദിക്കണം കേട്ടോ, ശ്രീമൂലം രജിസ്റ്റർ ഓഫീസിൻ്റെ കൂടെ പോണ ബസ്സല്ലേ ചോദിക്കണം. രജിസ്റ്റർ ഓഫീസിൻ്റെ ജംഗ്ഷനിൽ ബസ് ഇറങ്ങാം. അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടുന്ന് ഏകദേശം ഒരു 3 കിലോമീറ്റർ ഉള്ളൂ കേട്ടോ. ഞാൻ ഓട്ടോറിക്ഷയ്ക്കാണ് വന്നത്. ഓട്ടോറിക്ഷയ്ക്ക് ₹70. തിരിച്ചു പോകുമ്പോൾ റിട്ടേൺ വണ്ടി കിട്ടും. സ്വന്തം വണ്ടി ബൈക്കൊക്കെ ഉള്ള കാറൊക്കെ ആയിട്ട് വരുന്നവർക്കാണ് ഇത്ര പ്രശ്നമില്ല കേട്ടോ. ഞാൻ ഈ പറഞ്ഞ വഴി വളരെ കറക്റ്റായിട്ടുള്ള വഴിയാണ്. അപ്പോൾ നമ്മൾ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് കല്ലുംകുട്ടം വ്യൂ പോയിന്റിൽ പോവുക. അവിടെ ഇറങ്ങുന്നതും പൊന്തുന്നതും കാണാം. അത് കഴിഞ്ഞാൽ പിന്നെ കല്ലയം ഭാഗത്തേക്ക് നീങ്ങുക. കല്ലയം ഭാഗത്ത് പോയി കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാനൊന്നും ബുദ്ധിമുട്ടില്ല കേട്ടോ. അവിടെ റെസ്റ്റോറൻറ്റുകൾ, ഹോട്ടലുകൾ, കൂൾ ബാറുകളൊക്കെ ഉണ്ട്. രാവിലെ വന്നാൽ നമുക്ക് വൈകിട്ട് വരെ ആസ്വദിക്കാം. ഞാൻ വന്നത് രാവിലെയാണ് കേട്ടോ. രാവിലെ ഒരു 8 മണിക്കൂടെ എത്തിയിരിക്കുന്നു. പക്ഷേ രാവിലെ പ്ലെയിനുകൾ വളരെ കുറവാണ്. അപ്പോൾ നമ്മൾ കാത്തിരിക്കുകയാണ്. ഏത് നിമിഷം പ്ലെയിൻ വരും. അങ്ങനെ പറഞ്ഞിരിക്കുമ്പോൾ അതാ ഒരു പ്ലെയിൻ വരുന്നു കേട്ടോ. ഇതൊരു ചെറിയ പ്ലെയിനാട്ടോ. നല്ല ചെറിയ പ്ലെയിനാണ്, കണ്ടില്ലേ? ഇതൊക്കെ ചെറിയ പ്ലെയിനുകളാണ്. ചെറിയ ജെറ്റ് വിമാനം പോലത്തെ വിമാനങ്ങളാ. കാണാൻ നല്ല രസാട്ടോ. അടുത്തതാ വേറൊരു പ്ലെയിൻ വരുന്നുണ്ട് കേട്ടോ. കുറച്ചുകൂടി വലുതാണ്. ഇപ്പം നേരത്തെ പോയിട്ടും കുറച്ചുകൂടി വലുതാണ്. ഇടയ്ക്കിടയ്ക്ക് ഒരു പടക്കം പൊട്ടിക്കുന്നുണ്ട്. കിളികൾ, പക്ഷികളൊക്കെ ഉണ്ടെങ്കിലേ ഫ്ലൈറ്റ് വരുമ്പോൾ അകന്നു പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇടയ്ക്കൊരു പടക്കം പൊട്ടിക്കുന്നത്. അതാണ് ഇടയ്ക്ക് സൗണ്ട് കേൾക്കുന്നില്ലേ. നടന്ന് പോവുകയാണെങ്കിൽ കുറച്ച് പ്രയാസമാണ്. വണ്ടിയായിട്ട് വരുമ്പോഴൊക്കെയാണ് നല്ല സുഖം കേട്ടോ. അവിടെ 3 വ്യൂ പോയിൻ്റ് ഉണ്ട്. ഇനിയിപ്പോൾ അതുപോലെ കല്ലയുണ്ട്. കല്ലയം പറഞ്ഞ സെൻറ്ററിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ പ്ലെയിൻ ഇറങ്ങുന്നതും പൊന്തുന്നതും കാണാം. ഇപ്പം നമ്മളിനി അങ്ങോട്ടാണ് പോകുന്നത് കേട്ടോ. ഇതിൻ്റെ യാത്ര നടന്നിട്ടാണ് കേട്ടോ. എനിക്ക് വണ്ടിയൊന്നുമില്ല. വണ്ടിയും ബൈക്കും കാറൊന്നുമുള്ള ആളല്ല. വരുമ്പോൾ ഓട്ടോറിക്ഷ വിളിച്ചു വന്നു. പോകുമ്പോൾ ഓട്ടോറിക്ഷ കിട്ടിയില്ല. അപ്പം ഇനി കല്ലുംകുട്ടത്തുനിന്ന് കല്ലയം വ്യൂ പോയിന്റിലേക്ക് നടന്നു പോവാണ് കേട്ടോ. ആ കാണുന്നതാണ് എയർപോർട്ട് കേട്ടോ. എയർപോർട്ടിൻ്റെ പെർഗോസാണ് കേട്ടോ. ബാക്ക് ഭാഗമാണ് ഈ കാണുന്നത്.
അത്യാവശ്യം വലിപ്പമുള്ളൊരു പ്ലെയിനാണ് പോകുന്നത് കേട്ടോ. അത്യാവശ്യമേ നല്ല വലിപ്പമുള്ള പ്ലെയിനാണ്. പ്ലെയിനെ തിരിച്ചിട്ട് പൊന്താനുള്ള തയ്യാറെടുപ്പാട്ടോ. തിരിക്കാൻ വേണ്ടി പോവുകയാണ്. തിരിച്ചു കഴിഞ്ഞാൽ പൊന്തി പോവും. തിരിക്കുന്നു കേട്ടോ. പ്ലെയിൻ തിരിച്ച് പൊന്താൻ തയ്യാറെടുപ്പാണ് കേട്ടോ. അങ്ങനെ തിരിച്ചു. ഇത് നമ്മളെ എയർ ഇന്ത്യ കേട്ടോ. നമ്മളെ ഭാരതത്തിൻ്റെ സ്വന്തം ബന്ധം അവകാശപ്പെടാൻ നമുക്ക് ഇന്ത്യൻ എയർലൈൻസ് കേട്ടോ. കാണാൻ തന്നെ എന്താ ഒരു ഭംഗി. ചെറിയൊരു പ്ലെയിനാട്ടോ. ജെറ്റ് മോഡലുള്ള ചെറിയ പ്ലെയിനാണ്. ശ്രീലങ്കയിലെ ഫ്ലൈറ്റ് കേട്ടോ. ചെറിയൊരു ഫ്ലൈറ്റാണ്. ഇൻഡിക്കോൻ്റെ ആണ്. ഇൻഡിക്കോ കമ്പനിയുടെ. സൗദിയുടെ ഫ്ലൈറ്റ് കാണാൻ രസമല്ലേ? കാണാൻ ഭംഗിയുണ്ട്. വലിയ ഫ്ലൈറ്റ് അത്. പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യമുണ്ട്. എൻ്റെ ബാക്കിലുണ്ടല്ലേ നല്ല വാഴക്കൃഷി ഉണ്ട് കേട്ടോ. ഇവിടെ വാഴക്കൃഷിയുടെ ഒരു ഏരിയ തന്നെയാണിത്. വാഴക്കൃഷിയും കപ്പക്കൃഷി ഒരുപാടുള്ള സ്ഥലമായിട്ടത്. നല്ല പ്രകൃതി
രമണീയമായ സ്ഥലമാണ്. കാണാൻ തന്നെ ഒരു മനസ്സിനൊരു ആശ്വാസമുള്ള സ്ഥലം. ഇത്രയൊക്കെ കേട്ടോ കല്ലുംകൂട്ടം വ്യൂ പോയിൻറ്റിലെ വിശേഷങ്ങൾ. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കല്ലയം വ്യൂ പോയിൻറ്റിൻ്റെ ഭാഗത്താട്ടാ. ഇവിടെ നിന്നാലാണ് എയർപോർട്ട് ശരിക്കും കാണുന്നത്. ബാക്കിലുണ്ടല്ലേ എയർപോർട്ട് കാണുന്നത്. ഏകദേശം 2 മണിയായി. ഇവിടെ കടകളും തുറന്നിട്ടില്ല. എന്താ സംഭവം എന്നറിയില്ല. കടകളിന്ന് അടവാണ്. സാധാരണ ഇവിടെ നിന്ന് ഭക്ഷണം കിട്ടലുണ്ടെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ 2 മണിയായി. ഭക്ഷണം കിട്ടാൻ വകുപ്പില്ല. നമ്മളടുത്ത് വണ്ടിയില്ല. അപ്പോൾ നമ്മൾ നടന്നിട്ടാണ് വന്നിരിക്കുന്നത്. ഓട്ടോറിക്ഷ വിളിച്ചു തന്ന കാരണം തിരിച്ച് നടന്നു പോവാണ്. അപ്പോൾ ഇനി വൈകിട്ട് ഇവിടെ ഫ്ലൈറ്റൊക്കെ വൈകിട്ട് 5 മണിക്ക് ശേഷമാണ്. അപ്പോൾ വണ്ടിയുള്ളവർക്ക് ബൈക്ക് കാറൊക്കെ ഉള്ളവർക്ക് സുഖമാണ്, അല്ലാത്തവർക്ക് പറ്റില്ല. അപ്പോൾ നമ്മളിവിടെ വെച്ചിട്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി നമുക്ക് ഇതുപോലെ വീണ്ടും കാണാം. ബൈ.